നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് ഈ വചനം എല്ലാവർക്കും ഒരു വിടുതലായി മാറട്ടെ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം വായിക്കുമ്പോൾ 5 മുതലുള്ള അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമാണ്. യേശുക്രിസ്തു ഗിരിപ്രഭാഷണം പറയുകയാണ് 5 മുതലുള്ള അധ്യായങ്ങളിൽ. അതിന്റെ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വത്രം ആഴമേറിയ തിരുവചനങ്ങളാണ് ദൈവം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, ദൈവത്തിന് സ്വത്രം. ഇന്ന് സ്വത്രം അനേകരെ നമ്മൾ കാണാറുണ്ട്. ആൾക്കാരെ കാണിക്കാൻ ഒരു കൂട്ടർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ യേശു പറയുന്നത് എന്തോന്നാണ്? ആര് കാണണം, എന്ത് കാണണം, എങ്ങനെയായിരിക്കണം ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം, ഒരു ദൈവത്തിന്റെ പൈതലിന്റെ കൊടുക്കലുകൾ, വാങ്ങലുകൾ, പ്രാർത്ഥനകൾ, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്ന് ആഴമായി സ്പഷ്ടമായും സ്വത്രം എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം. നമ്മൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ നമ്മൾ പേരെഴുതി കൊടുക്കും, സ്തോത്രം. നമ്മൾ ആൾക്കാരെ ഫ്രണ്ടിലോട്ട് വിളിച്ച് ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞ് വിളിച്ച് അവർക്ക് 5 കിലോ അരി കൊടുക്കണമെങ്കിൽ 10 പേരെ അറിയിച്ചല്ലേ കൊടുക്കത്തുള്ളൂ. ഒരു ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ സ്വന്തം വർഷത്തിലൊരിക്കൽ സഭകളിലാകട്ടെ പുറത്താകട്ടെ ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ സഭ ഒന്നടങ്കം ഇരുത്തി അല്ലെങ്കിൽ ദേശത്തുള്ള ജനങ്ങളെല്ലാം വിളിച്ച് കൂട്ടി നമ്മൾ ഡ്രസ്സ് കൊടുക്കാറുണ്ടല്ലേ. എന്താണ് കാര്യം? സ്വത്രം എല്ലാവരും അറിയിക്കണം. പക്ഷെ തിരുവചനം പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ തിരുവചന പ്രകാരം എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് മനുഷ്യൻ കാണുകയല്ല, മനുഷ്യനെ കാണാനല്ല, നമുക്ക് തിരുവചനമാണ് അടിസ്ഥാനം. മനുഷ്യൻ എന്ത് പറയുന്നു, ഏത് വഴിയാണ് നമ്മൾ പോകുന്നതല്ല, തിരുവചനം എന്ത് പറയുന്നു, തിരുവചനം എന്ത് നമ്മളോട് പറയുന്നു, ഇതത്രേ വേദപുസ്തകം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, മനുഷ്യൻ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. കണ്ടോ? എന്ത് ചെയ്താലും ആൾക്കാരെ കാണിക്കാൻ നമ്മൾ ചെയ്യരുത്. ഒന്ന്, നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്താലും ആൾക്കാരെ കാണിക്കാനല്ല ചെയ്യേണ്ടത്, സ്വത്രം. പിന്നെ കർത്താവ് മാത്രം കാണട്ടെ, കർത്താവ് മാത്രം അറിയട്ടെ. ഒരാളിനെ കാണിക്കാനുള്ള കാര്യങ്ങൾ, ഒരാളിനെ കാണിക്കാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ അത് അകത്തറിയാൻ പറ്റും. അവരൊന്ന് കാണട്ടെ, അവരൊന്ന് അറിയട്ടെ ഞാൻ ആരാണെന്ന്. വേണ്ട. സ്വന്തം കർത്താവ് പറയുന്നു, അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പൊ പ്രതിഫലം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് തീരും. നമ്മൾ എന്തൊക്കെ ചെയ്താൽ ഇവിടെ തീരും. 500 പേർക്ക് സാധുക്കളെ സഹായിച്ചു. 500 പേരെ ആൾക്കാർ കാണെ വിളിച്ചു. നമ്മൾ മൈക്കെടുത്ത് വയ്ക്കുന്നു, വിളിക്കുന്നു, 10,000 ആൾക്കാരെ കൂട്ടുന്നു. നമ്മൾ അവർക്ക് പല സാധനങ്ങൾ കൈമാറുന്നു. നല്ലതാണ്. പക്ഷെ എല്ലാവരും അറിയും നമ്മൾ എല്ലാം കൊടുക്കുന്നവരാണെന്ന് എല്ലാവരും അറിയും. കൊള്ളാം, നല്ലതാണ്. പക്ഷെ സത്യത്തിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ എന്ത് പറയുന്നു? 2-ാം വാക്യം വായിക്കുമ്പോൾ 6-2, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരെ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കെട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കരുത്, വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഒരു ആളിനെ 500 രൂപ കൊടുക്കണമെങ്കിൽ, 100 രൂപ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? രഹസ്യത്തിലാണോ കൊടുക്കുന്നത്? അതോ 10 ആൾ വരട്ടെ, അവരെ മുമ്പിൽ വെച്ച് ഞാൻ കൊടുക്കത്തുള്ളൂ, പേര് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ, 10 പേരോട് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ, 100 പേർ കാണട്ടെ ഞാൻ കൊടുക്കുന്നത്? നല്ലതാണ്, എല്ലാവരും കണ്ടു, താങ്കൾ കൊടുക്കുന്ന ആളാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ സ്വർഗത്തിൽ പ്രതിഫലമില്ല. സ്വർഗത്തിൽ പ്രതിഫലം വേണോ? വചനപ്രകാരം നമ്മൾ ജീവിക്കണം, വചനപ്രകാരം ചെയ്യണം. വചനമാണ് നമുക്ക് എന്തിനും അടിസ്ഥാനം. വീണ്ടും വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്തോത്രം. ഒന്ന്, എങ്ങനെ കൊടുക്കണം? രഹസ്യത്തിൽ കൊടുക്കണം, മറ്റൊരാളിനെ കാണിച്ചിട്ടല്ല. നമ്മൾ 5 കിലോ അരി കൊടുക്കുമെങ്കിൽ നമ്മുടെ ജില്ല മുഴുവൻ അറിയും. സ്തോത്രം. 5 കിലോ അരി വാങ്ങാൻ വരുന്ന ഒരാള് 500 ആളിരിക്കുമ്പോൾ സാധുക്കൾക്കാണ് അരി കൊടുക്കുമ്പോൾ എല്ലാവരുടെയും നടുവിൽ വന്ന് 5 കിലോ അരി വാങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്നതാകുന്ന വിഷമം, ഒരു ഡ്രസ്സ്, ഒരു ബാഗ് സാധുക്കൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരുടെ നടുവിൽ നിർത്തി, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഇതാ ഇല്ലാത്തത് കൊണ്ട് തന്നു, അത് അപ്പനില്ലാത്തതുകൊണ്ടല്ലേ, അമ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ, സഹായിക്കാൻ ഇല്ലാത്തത് കൊടുക്കുമ്പോൾ അവർക്കത് ഫ്രണ്ടിൽ വന്ന് വാങ്ങാനുള്ള വേദന നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? കഥ പറഞ്ഞ് രഹസ്യത്തിൽ കൊടുക്കാൻ.
എല്ലാം രഹസ്യത്തിൽ കൊടുക്കാൻ. നമുക്ക് ഇവിടുത്തെ പ്രതിഫലമല്ല ആവശ്യം, ഇവിടുത്തെ പേര് പ്രശസ്തി അല്ല. ഇവിടെ ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ, സ്വർഗത്തിൽ പ്രതിഫലം. ദൈവത്തിന് സ്വന്തം. ഇവിടെ പ്രതിഫലം വേണം. ഇവിടെയാണോ പ്രതിഫലം ആവശ്യം? സ്വർഗത്തിലാണോ? ദൈവത്തിന് സ്വന്തം. ഇവിടുത്തെ പ്രതിഫലം പേരും പ്രശസ്തിയും പത്രാസും എല്ലാം അവിടേക്ക് പോകും. സ്വന്തം. വീണ്ടും 5-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങുന്നതിന് പള്ളികളും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്തിൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്നിൽ നിന്ന് നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ. കർത്താവ് മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാരെ കാണിക്കാനുള്ള പ്രാർത്ഥനയല്ല, സ്വയങ്ങളെ പൊളിച്ചുള്ള പ്രാർത്ഥന, നമ്മളെ മരിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ക്രിസ്തു നമ്മൾ വെളിപ്പെടാനുള്ള പ്രാർത്ഥന, രഹസ്യത്തിൽ അറക്കകത്തിരുന്ന പ്രാർത്ഥന. പുറത്ത് പ്രാർത്ഥിക്കണ്ടയോ? നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ പുറത്ത് പ്രാർത്ഥിക്കണ്ടയോ? പ്രാർത്ഥിക്കണം. പക്ഷേ അകത്ത് നമുക്കറിയാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ആൾക്കാരെ കാണിക്കാനാണോ പ്രാർത്ഥിക്കുന്നത്, അതോ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയാണോ, എൻ്റെ ദൈവത്തിന്റെ അടുക്കൽ നിന്നാണോ പ്രാർത്ഥിക്കുന്നത്? സ്വന്തം പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കന്മാരെ പോലെ അരുത്. കപട ഭക്തിയുടെ വേഷം, ഒരു ദൈവ പൈതൽ എന്നുള്ളൊരു വേഷം കേട്ടാൽ പാടില്ല. കർത്താവ് പറയുന്നു പാടില്ല. സ്വന്തം കണ്ടോ? ആമേൻ. കർത്താവ് പറയുന്നത് പാടില്ല. ഒന്ന്, മനുഷ്യൻ കാണേണ്ടതിന് അവരുടെ മുമ്പിൽ നമ്മുടെ നീതിയെ ചെയ്യാൻ പാടില്ല. 2, എന്തെങ്കിലും സഹായിക്കുമ്പോൾ രഹസ്യത്തിൽ കൊടുക്കണം. 3, പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ അരുത്. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ ഇങ്ങനെയെന്ന് പഠിപ്പിച്ചു. 16-ാം വാക്യം വായിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാണിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നു എന്ന് മനുഷ്യർക്ക് വിളയേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനെ വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഉപവസിക്കുമ്പോൾ 10 ആൾ കാണട്ടെ, കുറച്ചാൾ കാണട്ടെ എന്ന് പറയുമ്പോൾ സ്തോത്രം, കാണിക്കാനുള്ള ഉപവാസം അറിയാൻ പറ്റും നമുക്ക്. അവരവർക്ക് തന്നെ അവരവരെ കുറിച്ച് അറിയാൻ പറ്റും. ഞാൻ ഉപവസിക്കുന്നത് മറ്റൊരാളിനെ കാണിക്കാനാണ് അറിയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, നമുക്ക് വചനപ്രകാരം പോകാം. കർത്താവ് കാണട്ടെ എല്ലാം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 6-ാമത്തെയും അതിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ പൈതലെ, നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിച്ചു വരണം, ഉയരത്തിൽ ഉണ്ടോ, ഇവിടെ തീർന്നോ? പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും ഒരു ദൈവ പൈതലാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ഞാൻ ദൈവ പൈതലാണ് ആൾക്കാരെ കാണിക്കാൻ ചെയ്താൽ, കപട ഭക്തി കാണിച്ചാൽ, ഭക്തിയുടെ വേഷം, ഭക്തിയില്ല, പാപത്തെ ജയിക്കുന്നില്ല, ക്രിസ്തുവിൽ ജീവിക്കുന്നില്ല, ക്രിസ്തുവിലല്ല ആ കൊമ്പ് നിൽക്കുന്നത്. പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ ഭക്തിയുടെ വേഷം നടിച്ചാൽ പോയി. സ്തോത്രം. ആൾക്കാരെ കാണിക്കാൻ ചില നല്ല കാര്യങ്ങൾ ചെയ്താൽ പോയി പ്രതിഫലം. സ്തോത്രം. മനുഷ്യർ കാണേണ്ടതിന് അവരുടെ മുമ്പിൽ നമ്മുടെ നീതി ചെയ്താൽ പോയി പ്രതിഫലം. ഉപവസിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കാണട്ടെ, ഞാൻ നല്ല ഉപവസിക്കുന്ന ആളാ, ഞാൻ നല്ല പ്രാർത്ഥിക്കുന്ന ആളാ, ഞാൻ നല്ല എന്തോ ഉള്ള ആളാ എന്ന് ഒരാളിനെ കാണിക്കാൻ ചെയ്താൽ സ്തോത്രം, പ്രതിഫലമില്ല, പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് രഹസ്യത്തിൽ ചെയ്യും. അങ്ങനെ ചെയ്താൽ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം ആകത്തില്ല. സ്വതന്ത്രം. പിന്നെയോ നിക്ഷേപം ആർക്കും എടുക്കാൻ പറ്റാത്ത, പുഴുവിനും തുരുമ്പിനും കെടുക്കാതെ കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം പോകും. സ്വതന്ത്രം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, പലതും ചെയ്യുന്നവരാണ്. പക്ഷേ ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത്? മറ്റുള്ളവരെ കാണിക്കാനാണ് ചെയ്യുന്നത്? സ്തോത്രം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ ചെയ്യരുത്. നല്ല കാര്യങ്ങൾ ചെയ്യില്ലെന്നാണോ? ചെയ്യണം, ചെയ്തേ തീരും. പക്ഷെ നല്ല കാര്യം മാത്രം ചെയ്തിട്ട് സ്വർഗത്തിൽ പോകത്തില്ല. യേശു കർത്താവ് എന്നിൽ വന്ന് ഞാൻ യേശുവിൽ വസിച്ച്, യേശു എന്നിൽ വസിച്ച്, യേശുവിലിരുന്ന് വചനപ്രകാരം ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അതെല്ലാം അനുഗ്രഹമാണ്. സാധുക്കളെ സഹായിക്കണമോ? യേശു എന്നിലും ഞാൻ യേശുവിൽ വന്ന ശേഷം
സാധുക്കളെ സഹായിച്ചാൽ യേശു കർത്താവ് എന്ന് വന്നാലും കയറി പോകാം. സാധുക്കളെ സഹായിച്ചു, ഒരുപാട് നല്ല കാര്യം ചെയ്തു, ശരിയാണ്. പക്ഷെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും ക്രിസ്തു ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് ക്രിസ്തുവിൽ നിന്ന് ചെയ്യണം, ആത്മാവിൽ ചെയ്യണം, ദൈവഭയത്തോടെ ചെയ്യണം, വചനപ്രകാരം ചെയ്യണം, യേശുവിലൂടെ ചെയ്യണം. അതിന് മാത്രമേ സ്വർഗത്തിൽ പ്രതിഫലമുള്ളൂ. താങ്കൾ അധ്വാനിച്ചു, ഓടി, എല്ലാം ചെയ്തു. സ്നേഹിത, സഹോദര, സഹോദരി, കത്തിപ്പോകുന്ന വൈക്കോല് പോലെയാണോ? കത്തിപ്പോകുന്ന മരം പോലെയാണോ? അതോ കത്താത്ത ഒന്നായി നിക്ഷേപം സ്വർഗത്തിലുണ്ടോ? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ആഴമേറിയ വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ഓടിയതും വൃഥാവാകാതിരിക്കാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ വചനപ്രകാരം ഞങ്ങൾ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വചനം എന്ത് ഞങ്ങളോട് പറയുന്നു അതിനപ്പുറത്ത് വേണ്ട, ക്രിസ്തുവിൽ മാത്രം ഞങ്ങൾ നിലനിൽക്കട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറയ്ക്കണം. കർത്താവിന്റെ വചനപ്രകാരം ഞങ്ങൾ ജീവിക്കട്ടെ. അപ്പച്ചന്റെ വചനത്തിലല്ലാതെ ഞങ്ങൾക്ക് വേണ്ടപ്പ. ആത്മാവിനെ നിറയ്ക്കണമേ. കർത്താവിൽ മനുഷ്യർ കാണേണ്ടതിനല്ല, ലോകം കാണേണ്ടതിനല്ല, കപട ഭക്തിക്കാരെ പോലെ അല്ല. ഞങ്ങളുടെ നീതി മറ്റുള്ളവരെ കാണിക്കാനല്ല. ഉപവസിക്കുമ്പോൾ ഉപവാസം കാണിക്കാനല്ല, പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാനല്ല. എൻ്റെ അപ്പൻ്റെ നാമ മഹത്വത്തിനായിട്ട് അപ്പൻ്റെ വചനപ്രകാരം ഞങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങളാണോ പ്രിയമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു മറുപടി വരട്ടെ. രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളെല്ലാം ഈ നിമിഷം മാറിപ്പോകട്ടെ. മനസ്സിന്റെ ആദികൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, നീറുന്ന വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകട്ടെ. സ്വർഗം വലിയ ചെയ്തിരിക്കുക സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. എല്ലാ നന്മകളാലും നിറയ്ക്കും. ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സകല നന്മകളും എല്ലാവരുടെ മേൽ പകരും. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.